ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഒരു സ്പെഷ്യൽ പോസ്റ്റാണ് കേട്ടോ. നമ്മളെല്ലാവരും ചൂട് കൂടിയേ ഭയങ്കര ചൂട്, ദാഹം, ക്ഷീണം എന്നൊക്കെ പറഞ്ഞ് ഓടിക്കൊണ്ട് നടക്കുന്ന സമയമല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ നമുക്ക് ഈ ചൂടിനെ പ്രതിരോധിക്കാം, നമ്മുടെ വീടിൻ്റെ അകത്തും നമ്മുടെ ശരീരത്തിന് തണുപ്പിക്കുന്നതിനും നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുകളൊക്കെ എങ്ങനെ തണുപ്പിക്കാം എന്നുള്ള കുറച്ച് ടിപ്സായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും ഇതുപോലെയൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ഈ ചൂട് കൂടുമ്പോഴുള്ള നമ്മുടെ പ്രശ്നം എന്താണെന്ന്, നമ്മൾ വല്ലാണ്ട് വിയർക്കുമല്ലേ. വിയർക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒത്തിരി പോഷകങ്ങൾ നഷ്ടപ്പെടും. അപ്പം നമുക്ക് ക്ഷീണം കൂടും. അതുപോലെ പിന്നെന്താ, വിയർപ്പ് കൂടി ക്ഷീണവും തളർച്ചയും ദാഹവും പരവേശവും എന്ന് വേണ്ട ഒത്തിരി പ്രശ്നങ്ങൾ അതിൻ്റെ പുറകെ വരും. കാരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ മിനറൽസും എല്ലാം നഷ്ടപ്പെടുന്നതാണ് മെയിൻ കാരണം കേട്ടോ. അപ്പോൾ അതെങ്ങനെ നമ്മൾ ചൂടിനെ നമുക്ക് പ്രതിരോധിക്കാം, ഈ നമ്മുടെ ശരീരത്തിൽ അധികം ചൂടേൽക്കാതെ എങ്ങനെ നമ്മുടെ വീടും പരിസരവും ശരീരവും സൂക്ഷിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ പോസ്റ്റ് ഇട്ട. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ആദ്യം തന്നെ നമുക്ക് വീടിൻ്റെ പരിസരം, നമ്മുടെ തൊടി എങ്ങനെയാണ് നമ്മൾ തണുപ്പിക്കുന്നത്. ഇപ്പോൾ ജാതിയൊക്കെ ഉള്ള വീടുകളിലൊക്കെ നല്ല തണുപ്പാണല്ലേ, നല്ല വെള്ളം കുടിക്കുന്നത്, അതുപോലെ തന്നെ നല്ലവണ്ണം പടർന്ന് പിടിക്കുന്ന മരമായതുകൊണ്ട് അവർക്കൊക്കെ നല്ല തണുപ്പായിരിക്കും. പിന്നെ നമുക്ക് വെള്ളം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ വീടിന് ചുറ്റുമൊക്കെ വെച്ച് പിടിപ്പിച്ച് വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് നനച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ തൊടിയൊക്കെ ഒന്ന് നനഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ ചൂട്, ഭൂമിയിൽ നിന്ന് പൊങ്ങണ ആ ചൂടൊന്ന് കുറയും അല്ലേ. ഇപ്പോൾ വെള്ളമില്ലാത്തവരെ സംബന്ധിച്ച് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് തൊടി തണുപ്പിക്കാം. ഇനി വീടിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ ഈ വേനൽക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും നമ്മുടെ ജനലിലും വാതിലും ഒക്കെ അടച്ചിടണം. നല്ല കട്ടിയുള്ള കർട്ടൻ ജനലിലൊക്കെ ഉപയോഗിക്കണം. കർട്ടൻ അല്ലെങ്കിൽ ബാമ്പൂൻ്റെ കർട്ടനൊക്കെ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ നല്ല കട്ടിയുള്ള ജനൽ കർട്ടനുകൾ ഉപയോഗിച്ച് ആ ജനലിൽ നിന്ന് നമുക്ക് അടിക്കുന്ന ആ ചൂട്, അതുപോലെ ഡോറ് തുറന്നിടുമ്പോൾ പുറത്തുനിന്ന് അടിക്കണ അകത്തോട്ടടിച്ച് നമ്മുടെ ഫ്ലോറും ഫർണിച്ചറും ഒക്കെ ചൂടാവുന്ന ആ പ്രവണത കുറയ്ക്കാൻ പറ്റും കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്നോ, ഈ സീലിംഗ് ഫാനിന് പകരം നമുക്ക് ടേബിൾ ഫാനുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാം. അതും നമുക്കൊരു വീടിൻ്റെ അകത്തെ ചൂട് കുറയ്ക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാത്റൂം, പിന്നെ കിച്ചൺ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എക്സോസ്റ്റ് ഫാൻ വെക്കാം നമുക്ക്. പിന്നെ ബൾബുകളൊക്കെ മാറ്റി LED, ഇപ്പം മിക്കവാറും LED ആണ്. അപ്പോൾ LEDകൾക്കൊക്കെ ചൂട് കുറവാണ്. അപ്പം നമുക്ക് ആ ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ചൂട് തോന്നുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അത് മാറ്റി LED ബൾബുകളാക്കാം. പിന്നെ എല്ലാത്തിലുപരി നമ്മൾ കുറേ നേരം അടുക്കളയിൽ നിന്നുള്ള പാചകം ഉണ്ടല്ലോ, മെയിനായിട്ട് വറക്കുമ്പോൾ ഒത്തിരി നേരം ഗ്യാസ് കത്തി പൊരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ചൂട് നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷത്തിൽ, വീടിൻ്റെ അകത്തൊക്കെ തങ്ങി നിൽക്കും. അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ രാത്രി അല്ലെങ്കിൽ രാവിലെ, അതുമല്ല നമ്മളെ അങ്ങനെയുള്ള അധികം നേരം നമ്മൾ ഗ്യാസ് കത്തിക്കുന്നതൊക്കെ അങ്ങനെയുള്ള സമയങ്ങളിലാക്കാം. പിന്നെ ഏറ്റവും നല്ലത് നമ്മൾ പുറത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അകത്തൊട്ടും ചൂട് നമ്മുടെ റൂമുകളിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് നമ്മുടെ റൂമുകൾ, വീടിൻ്റെ അകം നമുക്ക് എങ്ങനെ പിന്നെ ചൂട് തട്ടാതെ സൂക്ഷിക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നത്. പിന്നെ മുറ്റം ഇനി ഇടാത്തവര് അത് ഇടണ്ട കേട്ടോ. വേറെ എന്തെങ്കിലും രീതിയിൽ മുറ്റം ഭംഗി പിടിപ്പിച്ചാൽ മതി, പുല്ലൊക്കെ പിടിപ്പിച്ച്. ടൈല് ചൂടാവുമ്പോഴും നമുക്ക് അകത്തേക്ക് ചൂട് കൂടുതലായിട്ട് അനുഭവപ്പെടും. പിന്നെ മഴ പെയ്താൽ വെള്ളം ഇറങ്ങില്ല, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഈ 5 സെൻറ്റ് ഉള്ളവരൊക്കെ ചുറ്റും ഇങ്ങനെ ടൈലിട്ട് വെച്ച് കഴിഞ്ഞാൽ അകത്ത് ഭയങ്കര ചൂടായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ശരീരത്തിനെ എങ്ങനെ തണുപ്പിക്കാൻ നോക്കാം. ശരീരം ഇങ്ങനെ എപ്പോഴും വിയർത്തുകൊണ്ടിരിക്കും ഉള്ളവരെ സംബന്ധിച്ച് ചെയ്യാനുള്ളതെന്നാണ്. ഇങ്ങനെ കുറേ വല്ലാണ്ട് നമുക്ക് ശരീരം ചൂടാകുമ്പോൾ നല്ല തണുത്ത ഒരു പാത്രം വെള്ളം എടുക്കുക, അതിനകത്തേക്ക് കാല് മുക്കി ഒരു 10 മിനിറ്റ് നേരം വെക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറേ സമയത്തേക്ക് നമുക്കൊരു ശരീരത്തിന് ആ ഒരു ചൂട് കുറഞ്ഞിരിക്കേ. പിന്നെ വേറൊരു ട്രിക്ക് എന്താണെന്നോ, നമ്മുടെ
റിസ്റ്റിലും അതുപോലെ തന്നെ കഴുത്തിന് ചുറ്റുമൊക്കെ വെള്ളം നനച്ച് അല്ലെങ്കിൽ കോൾഡ് ബാഗ് ഒക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ റിസ്റ്റിലൊക്കെ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പൾസ് പോയിന്റിലാണല്ലോ, അപ്പോൾ ഈ ബ്ലഡ് വെസൽസ് ഒക്കെ അവിടെ സ്കിന്നിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കുന്നതിന് ഈ ഒരു ട്രിക്ക് നല്ലതാണ് കേട്ടോ. വെള്ളം നനച്ച് കഴുത്തിന് ചുറ്റും തുടയ്ക്കുക, കുറച്ച് നേരം വയ്ക്കുക, ഒരു 2 മിനിറ്റ് ഒക്കെ. അതുപോലെ റിസ്റ്റിലും വെള്ളം നനച്ച് ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കുന്നതും നല്ലതാണ്. പ്രത്യേകിച്ച് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന കുട്ടികൾക്ക് ഒക്കെ ഈ ഒരു പരിപാടി യൂസ് കേട്ടോ, നിങ്ങൾക്കത് ഉപകാരമാവും. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് പിന്നെ കോട്ടൺ വസ്ത്രങ്ങൾ, വീടിൻ്റെ അകത്താണെങ്കിലും കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. പിന്നെ കൂടുതലായിട്ട് ശരീരം തണുപ്പിക്കാനുള്ള ഭക്ഷണങ്ങൾ, വെള്ളം ധാരാളം കുടിക്കണം. ചിലവരുണ്ട് ദാഹമില്ല എന്ന് പറഞ്ഞ് വെള്ളം കുടിക്കാതിരിക്കണം, ഒത്തിരി പേരുണ്ട് കേട്ടോ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ധാരാളമായിട്ട് നമുക്ക് ദാഹിച്ചില്ലെങ്കിലും വെള്ളം കുടിക്കണം. അതായത് തേങ്ങാ വെള്ളം നല്ലതാണ്, മോര് വെള്ളം നല്ലതാണ്, അതുപോലെ തന്നെ കരിമ്പും ജ്യൂസ് കിട്ടുവാണെങ്കിൽ ബെസ്റ്റാണ്. പിന്നെ നമുക്ക് സിട്രസ് ഫ്രൂട്ട്സുകളൊക്കെ നമുക്ക് കഴിക്കാം. പിന്നെ ചെറുനാരങ്ങ ജ്യൂസ്, ലെമൺ ജ്യൂസ് കുടിക്കാം. പിന്നെ വെള്ളരി വർഗ്ഗങ്ങൾ, കറി വെക്കാനാണെങ്കിൽ മത്തങ്ങ വർഗ്ഗങ്ങൾ, വെള്ളരി വർഗ്ഗങ്ങൾ, സെല്ലറി, ഒനിയനൊക്കെ നമ്മുടെ ശരീരത്തിന് തണുപ്പ് നൽകുന്നതാണ്. അതാണ് നമ്മൾ ശരീരത്തിന് തണുപ്പിക്കാനായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ശരീരം ചൂടാകുന്ന ഒത്തിരി ഭക്ഷണങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യാനുണ്ട്. അത് ആദ്യമായിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാനുള്ളത് എന്താണെന്നോ, മദ്യമാണ്. കുടിക്കുന്നവരെ സംബന്ധിച്ച് കുടിച്ചു കഴിയുമ്പോൾ ഒത്തിരി വിയർക്കുമല്ലോ, അപ്പോൾ ഈ ചൂട് സമയത്ത് അത് നമ്മുടെ ശരീരത്തിന് വല്ലാണ്ട് ദൂഷ്യം ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കണം. പിന്നെ എരിവ് അധികം, പുളി അധികം, മധുരം, ഉപ്പ് ഇങ്ങനെയുള്ളതൊക്കെ ഈ സമയത്ത് നമ്മൾ കുറയ്ക്കണം. മസാല കുറയ്ക്കണം. കൊഴുപ്പ് അധികം കഴിക്കരുത്. ഇതും കൊഴുപ്പ്. പിന്നെ ചിക്കൻ, മുട്ട, കോഴിമുട്ടയൊക്കെ ചൂടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്നും കഴിക്കുന്നവർ ഇതെല്ലാം ഒന്ന് കുറയ്ക്കുക. അപ്പം തന്നെ ശരീരത്തിൻ്റെ പിന്നെ ചൂട് കുറയും കേട്ടോ. പിന്നെ ചിലവരുണ്ട് പുറത്തുനിന്ന് ഓടി വന്ന് ഫ്രിഡ്ജ് തുറന്ന് വെള്ളം കുടിക്കുന്നത്. അത് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നമ്മുടെ ശരീരം ചൂടാകുമ്പോൾ ഒരു കാരണവശാലും തണുത്ത വെള്ളം കുടിക്കരുത്. അതുപോലെ എ സിയിൽ കിടക്കുമ്പോഴും നമ്മുടെ ശരീരോഷ്മാവുണ്ട്, പുറത്തുനിന്നുള്ള തണുപ്പ്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ അസുഖങ്ങൾ വരുന്നതിന് ഒരു കാരണമാണ്. എപ്പോഴും വെള്ളം തിളപ്പിച്ചാറ്റി എടുത്തു വെച്ച് കുടിക്കണതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ പുറത്തു പോകുമ്പോൾ സൺഗ്ലാസ് നമ്മൾ ആണും പെണ്ണും ഒക്കെ യൂസ് ചെയ്യണം, നല്ലതാണ്. അതുപോലെ പിന്നെ സൺസ്ക്രീൻ ഇടുക, ലിപ്സ്റ്റിക്ക് ഇടുക, ഇതൊക്കെ നമുക്ക് ചൂടിൽ നിന്നുള്ള സംരക്ഷണമാണ്. ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുക. പിന്നെ നടക്കാൻ പോകുന്ന ഒരു വെയിലാവുന്നതിന് മുന്നേ നടക്കാൻ പോവുക, വൈകുന്നേരത്തേക്കാക്കുക അല്ലെങ്കിൽ വൈകിട്ടത്തേക്കാക്കുക. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു വർഷക്കാലത്ത് നമുക്ക് ചില ജീവിത രീതികളുണ്ടല്ലേ, പക്ഷെ വേനൽക്കാലത്ത് നമുക്ക് അങ്ങനെ ഒരു സ്വഭാവമില്ല. കാരണം നമുക്ക് ഇത്രയും ചൂട് ഒരിക്കലും വന്നിട്ടില്ല. പക്ഷെ ഇനിയിപ്പോൾ നമ്മൾ വർഷക്കാലം പോലെ തന്നെ വേനൽക്കാല ചര്യ എന്നും പറഞ്ഞ് നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ ഇനി ശ്രദ്ധിക്കണം. കാരണം ഇനിയും ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ശരീരവും അതുപോലെ നമ്മുടെ വീടും നമ്മുടെ തൊടിയും എല്ലാം കുറച്ച് ആ ചൂടിനെ പ്രതിരോധിക്കാൻ നമുക്ക് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇനി ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്നെ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. ഇനി എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒത്തിരി പേരുണ്ടല്ലോ, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യണം. ഓക്കെ, എന്നാൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.